let us go straight to the next tense, the next subdivision in present tense, that is present perfect continuous tense. As the name suggests, it is a combination of continuous tense and perfect tense. That is how it becomes present perfect continuous tense. It is a mixture or a combination of present perfect and present continuous. So it must have, this tense must have the properties of both the tenses. Obviously, formation, how the sentences are formed or made in accordance with the present perfect continuous. Let us see, now come. At the opening, subject comes. Then comes the properties of the present perfect. The auxiliaries are used just as we have used in present perfect tense. Subject plus have or has. Then comes the property of continuous tense. In present perfect continuous, there is am, is and are. Here have or has. As we know, after have or has, the past participle V3 form of the verb is used. It is applicable to auxiliaries also. So the V3 form of am, is and are is been. So subject plus have or has plus be. Then again comes the property of continuous tense, the verb. See, I told you earlier, in every continuous tense, the verb must be in ing form or present participle. So the formation is, the structure is subject plus have or has plus been plus ing form of the verb or present participle of the verb. ഇപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്, ഹാവ് ഹാസ് നമ്മൾ പെർഫെക്റ്റിൻ്റെ ഗുണങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആമീസാറിന് പകരം അത് എൻ്റെ ഹാവോ ഹാസോ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ബീൻ. പിന്നെ വേർബ് എന്ന് പറഞ്ഞാൽ ഇൻ എവരി കണ്ടിന്യൂസ് ടെൻസ് ദ വേർബ് ഷുഡ് ബി ഇൻ ing ഫോം ഓർ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും എല്ലാം വേർബ് ing ഫോമിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിലായിരിക്കും. So this is the formation of present perfect continuous tense. Subject plus have or has plus been plus ing form of the verb. You know the conditions in which we can use have and has. You know the circumstances in which we can use have and has. Subject io plural ആണെങ്കിൽ have, subject singular ആണെങ്കിൽ has ആണല്ലോ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. Then what is the use of present perfect continuous tense? The main use or the chief use of, the most important use of present perfect continuous tense is this. Present perfect continuous tense is used to show an action which began in the past and is still continuing. It shows an action which began in the past and is still continuing. ഭൂതകാലത്തിൽ ആരംഭിച്ചു, പണ്ട് ആരംഭിച്ചു, പക്ഷേ ഈ വർത്തമാനകാലത്ത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഭൂതകാലത്തിൽ ആരംഭിച്ചത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നതുമായ ഒരു പ്രവൃത്തിയെ കാണിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പെർഫെക്റ്റിൻ്റെയും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ടെൻസിൻ്റെയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഈ ടെൻസിൽ വരുന്നത് തന്നെ. ഭൂതകാലത്തിൽ ആരംഭിച്ചതും എന്നാൽ ഇപ്പോഴും തുടരുന്നതുമായ പ്രവൃത്തിയെ കാണിക്കാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അവൻ കഴിഞ്ഞ 20 വർഷങ്ങളായി മുംബൈയിലൊരു ഫാക്ടറി ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ജോലി ചെയ്യുക എന്നുള്ള പ്രവൃത്തി തുടങ്ങിയത് എത്ര വർഷങ്ങൾക്ക് മുമ്പ്? 20 വർഷങ്ങൾക്ക് മുമ്പ്. പണ്ടാണ്, പാസ്റ്റിലാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും ഈ 2020 ആ ജോലി തുടരുന്നു. ഈ വർത്തമാനകാലത്തിലും അവൻ്റെ വർക്ക്, അവൻ്റെ ജോലി തുടരുന്നു. അങ്ങനെയുള്ള ആക്ഷൻസ് നമുക്ക് ഈ ടെൻസിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 10 മണിയായെന്നിരിക്കട്ടെ, കുട്ടി 8 മണി മുതൽ ഉറങ്ങുകയാണ്. അവർ രാവിലെ 10 മണി മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവൾക്ക് വേണ്ടി കഴിഞ്ഞ 8 വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. അവൾ അവളുടെ സുഹൃത്തിന് വേണ്ടി കഴിഞ്ഞ 2 മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. എൻ്റെ മാതാവ് കഴിഞ്ഞ 3 മണിക്കൂറുകളായി ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ കഴിഞ്ഞ 3 വർഷങ്ങളായി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജുവിൻ്റെ സുഹൃത്തും രാവിലെ 10 മണി മുതൽ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരമുള്ള പ്രവൃത്തികൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കുട്ടി 8 മണി മുതൽ ഉറങ്ങുകയാണ് നമ്മൾ പറയുന്നു. ഇവിടെ സിൻസും ഫോറും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് 2 പ്രിപ്പോസിഷൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. സിൻസ് ഷോസ് എ പോയിൻ്റ് ഓഫ് ടൈം ഇൻ ദി പാസ്റ്റ് ആൻഡ് ഫോർ ഷോസ് ദി ലെങ്ത് ഓഫ് ടൈം.
കാലയളവിനെ ദൈർഘ്യത്തെ ഫോർ കാണിക്കുന്നുവെങ്കിൽ പോയിൻ്റ് ഓഫ് ടൈം, പാസ്റ്റിലെ ഒരു കൃത്യമായ ടൈമിനെ ഏത് കാണിക്കുന്നു? സിൻസ് കാണിക്കുന്നു. അപ്പോൾ കുട്ടി 8 മണി മുതൽ ഉറങ്ങുകയാണ്. ഹൗ ഈസ് ഇറ്റ് എക്സ്പ്രസ്ഡ്, ഹൗ ഈസ് ഇറ്റ് സ്പോക്കൺ? ദി ചൈൽഡ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് അല്ലേ. ദി ചൈൽഡ് ഹാസ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് 8 o'clock. ഞാൻ അവൾക്ക് വേണ്ടി കഴിഞ്ഞ 8 വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹെയർ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ വേർബ് കഴിഞ്ഞാൽ ഒരു ഫോർ ഉണ്ട്. ആ വെയിറ്റ് കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന പ്രപ്പോസിഷൻ ഫോർ ആണ്. വെയിറ്റിംഗ് ഫോർ ഹെർ, വീണ്ടും എഗൻ ഫോർ. നമ്മുടെ സമയത്തിന് മുമ്പ് ഉപയോഗിക്കുന്ന ആ പ്രപ്പോസിഷൻ ഫോർ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹെർ ഫോർ ദി ലാസ്റ്റ് 8 years. അവൾ കഴിഞ്ഞ 3 വർഷങ്ങളായി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ സ്റ്റഡി ഇൻ കോളേജ് ഫോർ ദി ലാസ്റ്റ് 3 years. ഞാൻ ഈ ഗ്രാമത്തിൽ 1962 മുതൽ താമസിക്കുകയാണ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് വില്ലേജ് സിൻസ് 1962. രാജു എൻ്റെ സുഹൃത്തും കഴിഞ്ഞ 4 മണിക്കൂറുകളായി ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജു ആൻഡ് ഹിസ് ഫ്രണ്ട് ഹാവ് ബീൻ പ്ലേയിങ്, രണ്ടുപേരായാലും ഫ്ലോറിലല്ലേ, ഹാവല്ലേ. രാജു ആൻഡ് ഹിസ് ഫ്രണ്ട് ഹാവ് ബീൻ പ്ലേയിങ് ചെസ് ഫോർ ദി ലാസ്റ്റ് 4 hours, കഴിഞ്ഞ 4 മണിക്കൂറുകളായി. അവൻ ഗുജറാത്തിലെ ഒരു ഫാക്ടറിയിൽ 1981 മുതൽ ജോലി ചെയ്യുകയാണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ എ ഫാക്ടറി ഇൻ ഗുജറാത്ത് സിൻസ് 1980. ഷീ ഹാസ് ബീൻ പ്രാക്ടീസിങ് മ്യൂസിക് ഫോർ ദി ലാസ്റ്റ് 2 years. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ ദി ലാസ്റ്റ് 6 months. ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം ഫീവർ സിൻസ് ലാസ്റ്റ് മൺഡേ ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. അതിന് മുമ്പിൽ സിൻസ് ഉപയോഗിക്കാം. ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം ഫീവർ സിൻസ് ലാസ്റ്റ് മൺഡേ. അപ്പോൾ അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, ഹൗ ക്യാൻ വി മേക്ക് നെഗറ്റീവ് സെൻറ്റൻസസ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? എളുപ്പമാണല്ലോ. ഹാവിനോട് ഹാസിനോട് നോട്ട് ചേർക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ ചുരുക്കി ഉപയോഗിക്കുക. അതല്ല നമുക്ക് ഈ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചും നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം. അതിൽ കൂടുതലായിട്ട് നോട്ട് ചേർത്താണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ 8 വർഷങ്ങളായി അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല. ഐ ഹാവ് നോട്ട് ബീൻ വെയിറ്റിംഗ് ഫോർ ഹെർ ഫോർ ദി ലാസ്റ്റ് 8 years. ദി കുട്ടി രാവിലെ 10 മണി മുതൽ ഉറങ്ങുകയല്ല. ദി ചൈൽഡ് ഹാസ് നോട്ട് ബീൻ സ്ലീപ്പിംഗ് സിൻസ് 10 AM. അവൾ കഴിഞ്ഞ 3 വർഷങ്ങളായി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഷീ ഹാസ് നോട്ട് ബീൻ സ്റ്റഡിയിങ് ഇൻ കോളേജ് ഫോർ ദി ലാസ്റ്റ് 3 years. എൻ്റെ മാതാവ് കഴിഞ്ഞ 3 മണിക്കൂറുകളായി ആഹാരം പാകം ചെയ്യുകയല്ല. മൈ മദർ ഹാസ് നോട്ട് ബീൻ കുക്കിംഗ് ഫുഡ് ഓർ പ്രിപ്പയറിംഗ് ഫുഡ് ഫോർ ദി ലാസ്റ്റ് 3 hours. അപ്പം ഇതേ രീതിയിൽ ഇൻ ദിസ് വേ വി ക്യാൻ മേക്ക് നെഗറ്റീവ് സെൻറ്റൻസസ്. ഇനി ഹൗ ക്യാൻ വി മേക്ക് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാകുന്നത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും, പിന്നെ അത് കഴിഞ്ഞ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, പിന്നെ ക്വസ്റ്റ്യൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? വാട്ട് ആർ ദി വേസ് ഓഫ് മേക്കിംഗ് സച്ച് ക്വസ്റ്റ്യൻസ്? ആദ്യം ഫസ്റ്റ്ലി വി ക്യാൻ സി ദി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ആദ്യം ദി ഓപ്പണിംഗ് നമുക്കറിയാമല്ലോ. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എല്ലാം ആരംഭിക്കുന്നത് ഓക്സിലറീസിലാണെന്ന്. ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഹാവോ ഹാസോ കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റാണ് വേണ്ടത്, പിന്നീടാണ് ബീൻ വരുന്നത്. ആദ്യം ഹാവ് അല്ലെങ്കിൽ ഹാസ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ബീൻ, പിന്നെ വേർബിൻ്റെ കാര്യം ING ഫോമല്ലേ. പിന്നെ എന്തെങ്കിലും ആശയപരമായിട്ടുണ്ടെങ്കിൽ അത് എഴുതുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കണം. നിങ്ങൾ കഴിഞ്ഞ 2 മണിക്കൂറുകളായി കൂട്ടുകാരന് വേണ്ടി കാത്തു നിൽക്കുകയാണോ എന്ന് ചോദിക്കണം. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ യുവർ ഫ്രണ്ട് ഫോർ ദി ലാസ്റ്റ് 2 hours? അവൾ കഴിഞ്ഞ 3 വർഷങ്ങളായി കോളേജിൽ പഠിക്കുകയാണോ? ഹാസ് ഷീ ബീൻ സ്റ്റഡിയിങ് ഇൻ കോളേജ് ഫോർ ദി ലാസ്റ്റ് 3 years? കുട്ടി 10 മണി മുതൽ ഉറങ്ങുകയാണോ? ഹാസ് ദി ചൈൽഡ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് 10 AM? Have they been playing cricket for the last 4 hours? Have you been sitting here since 1 PM? Have they been waiting outside for the last 3 hours? Has your mother been preparing food for the last 3 hours? Have your parents been quarreling
since 8 a.m. Have you been watching TV for a very long time? Has she been practicing music for the last 10 years? Have you been suffering from fever since last Monday? So these are the ways. ഇനി ഇതിൽ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എംഫസിന് വേണ്ടി ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാകുന്നത്? അത് തിങ് ഈസ് ക്വൈറ്റ് ഈസി. ഇൻസ്റ്റെഡ് ഓഫ് ഹാവ് ആൻഡ് ഹാസ് വി യൂസ് ഹാവിൻ്റെ ഓർ ഹാസിൻ്റെ. നമ്മളിവിടെ ഹാവോ ഹാസോ ഉപയോഗിച്ച സ്ഥാനത്ത് ഹാവിൻ്റെ ഓർ ഹാസിൻ്റെ ഉപയോഗിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഹാവിൻ്റെ ഓർ ഹാസിൻ്റെ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ദി വെർബ്. അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നു. ഹാവിൻ്റ് യു ബീൻ വെയിറ്റിംഗ് ഫോർ യുവർ ഫ്രണ്ട് സിൻസ് 10 a.m. Haven't you been waiting for her since the last 8 years? Hasn't she been studying in college for the last 3 years? Hasn't the child been sleeping since 10 a.m.? Haven't they playing cricket since 8 a.m.? Haven't they been waiting outside for a very long time? Haven't you practicing music for the last 10 months? Haven't you reading a novel for a very long time? So these are the ways of making a negative interrogative sentences. Now let us see the interrogative sentences made with the help of question words. Question words ഉപയോഗിച്ചുള്ളത് എങ്ങനെ നിർമ്മിക്കുന്നത്, അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? അതിനാദ്യം at the beginning or at the opening of the sentence an apt or appropriate or suitable question word must be introduced, must be used. അത് കഴിഞ്ഞ ഉടനെ have അല്ലെങ്കിൽ has, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ബീനും വെർബിൻ്റെ ing ഫോം. നിങ്ങൾ ഈ സമയത്തല്ല എന്ത് ചെയ്യുകയായിരുന്നു? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഓൾ ദീസ് ടൈം? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഓൾ ദീസ് ടൈം? അവൾ കഴിഞ്ഞ 3 വർഷങ്ങളായി എവിടെയാണ് പഠിക്കുന്നത്? വേർ ഹാസ് ഷീ ബീൻ സ്റ്റഡിങ് ഫോർ ദി ലാസ്റ്റ് 3 years? ഓർ വിച്ച് കോളേജ് ഹാസ് ഷീ ബീൻ സ്റ്റഡിങ് ഇൻ ഫോർ ദി ലാസ്റ്റ് 3 years? What has the child been doing since 8 a.m.? Why has the child been crying since 10 a.m.? What have you been doing here for a very long time? These are the ways of making questions with question words, or interrogative sentences made with the help of question words. Okay, let us meet with another tense in our next class.